ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു സൂപ്പർ ചിക്കൻ കറി വെക്കാൻ പോവാണ്. അപ്പോൾ അതിന് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 3 മീഡിയം സവാള സ്ലൈസ് ചെയ്തതുണ്ട്. ഒരു ചെറിയ ഉള്ളി ഒരു 8-10 എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കറിവേപ്പില, പിന്നെ പൊടികൾ മുളക് പൊടിയുണ്ട്, മസാലപ്പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങ വറുത്തരച്ചതാണ്. ഇതൊരു പകുതി തേങ്ങ വറുത്തതാണ്. അപ്പോൾ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് നമുക്ക് സൈഡിലൊന്ന് മാരിനേറ്റ് ചെയ്താൽ മാറ്റി വയ്ക്കാം. നമുക്ക് നമ്മുടെ ബാക്കി മസാല വേവുന്ന ഒരു ടൈം കൊണ്ട് ഇതിൽ ഉപ്പ് പിടിച്ചോളൂ കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൽ തന്നെ എടുത്ത് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിലോ കാര്യങ്ങളൊന്നും വെക്കേണ്ട, നമുക്കൊന്ന് നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ വെക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്യാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ പാത്രത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇത്ര അളവ് പറയുന്നില്ല, കാരണം ഞാൻ എല്ലാം എൻ്റെ രൂപക്കണക്കിന് ഉണ്ടാക്കുന്നത്. അപ്പം അതനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ സ്ലൈസ് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് ഓയിലെല്ലാം പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് ഏതൊരു കറിക്കും അതിൻ്റേതായ ഒരു ടേസ്റ്റ് കൂടുക. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം ചെറിയ ഉള്ളി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 8-10 ചെറിയ ഉള്ളിയോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലോണം ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം മുളക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചതച്ചെടുത്തത്. അപ്പം പിന്നെ അതിൻ്റെ ടേസ്റ്റും മസാലയൊക്കെ നല്ലോണം പിടിക്കുമല്ലോ എന്ന് എഴുതിയിട്ടാണ് ഈ രീതിയിൽ ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് സവാള വാടിക്കഴിയുമ്പോൾ ഒരു സൈഡിലേക്കൊന്ന് ഒതുക്കി വയ്ക്കുക. എന്നിട്ട് ആ എണ്ണയിൽ നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി, നോർമൽ ചില്ലി, മല്ലിപ്പൊടി, ഗരം മസാല നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇടണം. അപ്പം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് 2 മിനിറ്റ് ഒന്ന് ആ എണ്ണയിൽ തന്നെ ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം എണ്ണയിൽ ഒന്ന് മൂപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പതുക്കെ നമ്മുടെ സവാളയിലേക്ക് എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടൊരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. തക്കാളി ഉടയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ബാക്കി പ്രോസസ്സ് എല്ലാം ചെയ്യും. അപ്പം തക്കാളി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തേങ്ങ വറുത്തരച്ചത് മിക്സിയിലടിച്ച് പേസ്റ്റ് രീതിയിലാക്കിയിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളമിട്ട് നല്ല രീതിയിലൊന്ന് എല്ലാ മസാലയിലും ഒന്ന് പിടിപ്പിച്ചെടുക്കുക. അപ്പം ഈ വറുത്തരച്ച തേങ്ങ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും ഇതിന് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരുന്നത്. സ്ഥിരമായിട്ട് വെക്കുന്നതിലും ഒരു വെറൈറ്റി രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കൻ എടുത്ത് ഇതിലേക്ക് ഇടുക. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ ഉപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഉപ്പ് ഞാൻ ഓൾറെഡി ചിക്കനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒന്ന് വെന്ത് കഴിയുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ ഒരു 2 ചെറിയ സ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഒരു വെറൈറ്റിക്ക് നോക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തിൻ്റെ കൂടെ ട്രൈ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. ചോറിൻ്റെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം